ഇന്നൊരു ബീഫ് സ്റ്റൂവിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തേക്കുന്ന സാധനങ്ങൾ ഞാൻ 200 ഗ്രാം ബീഫിൻ്റെയാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഒരു മീഡിയം സവോള, ഒരു മീഡിയം പൊട്ടറ്റോ, പിന്നെ കുറച്ച് ക്രഷ്ഡ് പെപ്പർ, പിന്നെ കണ്ടോ 3 ഏലക്ക, ഒരു 5 ഗ്രാമ്പു, ഒരു 1/4 ടീസ്പൂൺ കുരുമുളക്, ഒരു 3-4 കഷ്ണം പട്ട, പിന്നെ വെളുത്തുള്ളി ഒരു 6-7 അല്ലി എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണം ഇഞ്ചി, പച്ചമുളക് എരിവിനനുസരിച്ച്, കാരണം നമുക്ക് കുരുമുളകും പച്ചമുളകും മാത്രമാണ് ഈ സ്റ്റൂവിനായിട്ട് ഉള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള പച്ചമുളക്. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ എടുത്തുള്ളത്. ഇതെല്ലാം കൂടെ ഒന്ന് ഞാൻ അരിഞ്ഞിട്ട് വരാം. അപ്പോൾ ഞാൻ ഈ വെജിറ്റബിൾസ് എല്ലാം നല്ല കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ലൈസ് ചെയ്തിട്ടാണ്, പൊട്ടറ്റോ ക്യൂബ്സ് ആയിട്ടാണ്, ഇങ്ങനെ പച്ചമുളകും ജിഞ്ചറൊക്കെ ഞാൻ ജൂലിയൻസ് ആയിട്ടാണ് ഇഞ്ചിയൊക്കെ കട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കറി ലീവ്സ് ഇത്രയാണ് നമുക്ക് വേണ്ടുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കാം. വളരെ സിമ്പിൾ റെസിപ്പിയാണ്, കുക്കറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ ചെയ്യുന്നത് നോക്കാം. കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കാം. കുക്കർ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വേണം. വെളിച്ചെണ്ണയാണ് ഇത് ചെയ്യേണ്ടത്. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ഇപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കടുക്, ചിലവരൊക്കെ ഉലുവ ഇടുന്നുണ്ട്. ഞാൻ കടുകാണ് ഇടുന്നത്. എനിക്ക് കടുകാണ് ഇഷ്ടം. ബീഫിന് സാധാരണ ഉലുവ ഇട്ടാൽ നല്ലതാണ്. അത് ഇഷ്ടമുള്ളവർ അങ്ങനെ ഇടാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സ്പൈസസ്: പട്ട, ഗ്രാമ്പു, ഏലക്ക, കുറച്ച് കുരുമുളക്. കുരുമുളക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഈ സവാള ഒരുപാട് നമ്മൾ ഗോൾഡൻ ബ്രൗണൊന്നും ആവരുത്. ഒന്ന് വാടിക്കിട്ടിയാൽ മാത്രം മതി, അല്ലെങ്കിൽ സ്റ്റൂവിൻ്റെ കളറ് മാറിപ്പോവും. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ സവാള വഴണ്ട് വന്നിട്ടുണ്ട്. ഇത്രയും മതി, കൂടുതലാവണ്ട. ഇനി നമുക്കിതിലേക്ക് പൊട്ടറ്റോ, ഞാനൊരു 200 ഗ്രാം ബീഫാണ് എടുത്തിട്ടുള്ളത്. കാരണം ഇവിടെ എൻ്റെ മോൾ മാത്രമേ ബീഫ് കഴിക്കൂ, ഞാനൊന്നും കഴിക്കില്ല. പിന്നെ എൻ്റെ ഗ്രേവിയൊക്കെ കൂട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് വളരെ കുറച്ച് 200 ഗ്രാമിൻ്റെ ബീഫാണ്. നിങ്ങൾക്ക് ഇതേ സെയിം റെസിപ്പി മട്ടൺ സ്റ്റൂവിലും ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ക്യാരറ്റ് വേണ്ടവർക്ക് ഒരു ചെറിയ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ കളർ ഫെയ്ഡ് ആവുന്നതുകൊണ്ട്, പിന്നെ ക്യാരറ്റ് ഇവിടെ എടുത്ത് മാറ്റി വയ്ക്കത്തേ ഉള്ളൂ, ആരും കഴിക്കില്ല. അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല. നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളിലൊക്കെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ബഫലോ ആണ് കേട്ടോ ഇത്. അപ്പോൾ ഇതിട്ടതിന് ശേഷം നല്ലതായിട്ടൊന്ന് വഴറ്റി, എണ്ണയിലേക്ക് നല്ലതായിട്ടൊന്ന് വഴണ്ട് വന്നതിന് ശേഷം കുറച്ച് കറിവേപ്പില നമുക്ക് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, ബാക്കി കുറച്ച് കറിവേപ്പില നമുക്ക് വെച്ചേക്കാം, ലാസ്റ്റ് ഇടണം കേട്ടോ.
കറിവേപ്പില ഇട്ട് കൊടുക്കാം. വളരെ സിമ്പിളാണ് കുക്കറിൽ വെക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ 2.5 കപ്പ് രണ്ടാം പാലാണ് കേട്ടോ. തേങ്ങാപ്പാൽ തന്നെ വേണം. ഞാൻ ഒരു തേങ്ങയുടെ പാൽ എടുത്തിട്ടുണ്ട്. അതായത് ഇത് രണ്ടാം പാലാണ്. ഞാൻ മൊത്തത്തിൽ ഒന്ന് ആട്ടി പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് മാറ്റി അതിനകത്ത് വെള്ളം ചേർത്തിട്ടാണ് ഈ രണ്ടാം പാൽ എടുക്കുന്നത് കേട്ടോ. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. രണ്ടാം പാലിനാണ് ഇത് വേവുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ മതി എൻ്റെ കുക്കറിന്. നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിൽ വരെ വേവിക്കാം. ഇനി ഒരു 3 വിസിൽ വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3 വിസിൽ വരെ കേട്ടിട്ട് നമുക്ക് ഓഫാക്കാം. ഒരു സ്റ്റീം വന്നിട്ടുണ്ട്. ഇനി 2 സ്റ്റീമും കൂടെ കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം. ഇപ്പോൾ രണ്ടാമത്തെ സ്റ്റീം വന്നു. ഇനി ഒരു സ്റ്റീമും കൂടെ വരട്ടെ. വന്നു കഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരുടെ കുക്കർ ഓരോ കണക്കായിരിക്കും, നോക്കിയിട്ടൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫാക്കി കൊടുക്കാൻ പോവാണ്. സ്റ്റൗ ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. സ്റ്റീം എല്ലാം പോയതിന് ശേഷം നമുക്ക് കുക്കർ തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കുക്കറൊന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമ്മുടെ പൊട്ടറ്റോയും ഇതുമൊക്കെ നന്നായിട്ട് വെന്ത് ഉണ്ടോ. ഇനി നമുക്കിതിനകത്ത് 1-ാം പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. ഞാൻ വീണ്ടും സ്റ്റൗ ഒന്ന് കത്തിച്ച് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് തിളച്ച് ഒന്നുകൂടെ ഗ്രേവി ഒന്ന് വറ്റി വരട്ടെ. ഞാൻ വേറെ കോൺഫ്ലോറോ അരിപ്പൊടിയോ ഒന്നും ചേർത്തില്ല കുറുക്കാനായിട്ട്. 1-ാം പാൽ ജസ്റ്റ് ഒഴിച്ചു കൊടുക്കത്തേ ഉള്ളൂ സ്റ്റൗ ഓഫാക്കിയതിന് ശേഷം. അപ്പോൾ ഇതൊന്ന് ഒന്നുകൂടെ ഒന്ന് കുറുകി വരട്ടെ. കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു. ഞാൻ കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഉപ്പൊക്കെ നോക്കിയിട്ട് നിങ്ങളുടെ ആവശ്യാനുസരണം ഇട്ട് കൊടുക്കുക. ഒന്നും കൂടെ ഒന്ന് കുറുകി വരട്ടെ. ഇപ്പം നമ്മുടെ ചാറെല്ലാം ഒന്ന് വറ്റി നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫാക്കിയതിന് ശേഷമാണ് ഞാൻ 1-ാം പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. സ്റ്റൗ ഓഫാക്കാണ്. ഇനി നമുക്ക് 1-ാം പാൽ ഒഴിച്ചു കൊടുക്കാം. കാരണം കുക്കറിൽ നല്ല ചൂടോടിരിക്കുകയാണ്. 1-ാം പാൽ ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് തിളയ്ക്കാനൊന്നും പാടില്ല. ഈ ചൂടിൽ തന്നെ ഇത് വെന്തോളും. കണ്ടേ, അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല കുറുകിയ നല്ല ടേസ്റ്റോട് കൂടിയ, ഒട്ടും മസാലകളൊന്നും വേറെ ആഡ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ
ഈ ക്വാണ്ടിറ്റിക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല, നമ്മൾ സ്പൈസസ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് കറിവേപ്പിലയും വേണമെങ്കിൽ താളിച്ചൊഴിക്കാം. കുറച്ച് നെയ്ക്കകത്ത് ചെറിയ ഉള്ളിയും കാഷ്യൂസും കിസ്മിസും ഒക്കെ ആയിട്ട് താളിച്ചൊഴിക്കാം, കുറച്ചുകൂടെ റിച്ച് ആക്കാം. അപ്പം ഞാനതൊന്നും ചെയ്യുന്നില്ല. ഒരു 1/2 ടീസ്പൂൺ ക്രഷ്ഡ് പെപ്പറും കൂടെ ലാസ്റ്റ് ഓഫാക്കിയിരിക്കുകയാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ടുള്ളൂ, അപ്പം വളരെ കുറച്ച് മതി. അപ്പം നമ്മുടെ ബീഫ് സ്റ്റൂ റെഡി ആയിട്ടുണ്ട്. നമുക്കൊരു സെർവിങ് ബൗളിലേക്കൊന്ന് മാറ്റാം ഇത്. അപ്പം നമുക്ക് ഈ ബീഫ് സ്റ്റൂ ഈ ബൗളിലേക്ക് മാറ്റുകയാണ് ഞാൻ. പൊട്ടറ്റോ ഒക്കെ നന്നായിട്ട് ബീഫൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ബീഫ് സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. 2 പേരൊക്കെ ഉള്ള സ്ഥലത്ത് വേണ്ടിയിട്ടുള്ള ഒരു ക്വാണ്ടിറ്റിയാണ് ഞാൻ കാണിച്ചേക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനിയും നല്ല നല്ല വീഡിയോസുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നവരെ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.